ആരായിരിക്കും ആ മന്ത്രിസഭയെ നയിക്കുക? താങ്കൾക്ക് വേണമെങ്കിൽ വരാം. രമേശ് ചെന്നിത്തല അവിടെ നിൽക്കുന്നു, വി ഡി സതീശനുണ്ട്, കെ മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്. എങ്ങനെ മൈനസ് ചെയ്തു? കുഴപ്പമില്ല, എന്നെ മൈനസ് ചെയ്തു. എന്തൊരു എളിമ, എന്തൊരു വിനയം. എനിക്കൊരു നിരാശ ഉണ്ടാകാൻ പോണില്ല. ഒരു സ്ഥാനത്തിനെ കുറിച്ചും അമിതമായ ആഗ്രഹവും അത്യാർത്ഥിയും എനിക്കില്ല. ഞാൻ അത്രക്കാരൻ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ കെ.സി. വേണുഗോപാൽ. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. MLA-മാരുടെ പിന്തുണ തനിക്കാണ് കൂടുതലെന്ന് കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് പരിഗണിക്കണം. MLA-മാരുടെ വികാരമാണ് കേരളത്തിന്റെ വികാരമെന്ന് കെ.സി. അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിലവിൽ ഭൂരിപക്ഷ MLA-മാരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിനാണ് ലഭിച്ചിരിക്കുന്നത്. നിയുക്ത MLA-മാരുടെ പിന്തുണ ചൂണ്ടിക്കാട്ടി പിന്നോട്ടില്ലെന്ന നിലപാടിൽ കെ.സി. വേണുഗോപാൽ. CM-നെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളല്ലല്ലോ ചാക്കോ സാറേ, MLA-മാരല്ലേ, അവര് തീരുമാനിക്കും. MLA-മാര് എന്റെ ഫോട്ടോ വെക്കാതെ ഫ്ലെക്സ് അടിച്ച് ജയിച്ചു വന്ന ഏതെങ്കിലും MLA-മാരുണ്ടോ ഈ കൂട്ടത്തില്? മറ്റുള്ളവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ബോർഡ് വെക്കാനും പ്രകടനം നടത്താനോ ഒക്കെ പോകുന്നത് ഇനി മുതൽ അവസാനിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ കെ.സി. വേണുഗോപാൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു. കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, UDF-ൻ്റെതായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഉണ്ടാക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ എൻ്റേതായിട്ടുള്ള സുപ്രധാനമായ പങ്ക് വഹിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കടമ. അതിനപ്പുറം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടിപിടിച്ച് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയിലെ ഐക്യം തകർക്കുക എന്നുള്ളത് എൻ്റെ അജണ്ടയിൽ പെടുന്നതേ അല്ല. എന്താ കാരണം? സ്ഥാനമോ ഇല്ലെങ്കിൽ പേര് വരാൻ താല്പര്യമില്ല, അതന്നെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളോ ഈഗോകളോ ഒന്നും സംഘടനയുടെ മുന്നോട്ടുള്ള വളർച്ചയിലോ വിജയത്തിലേക്കുള്ള പാതയിലോ വഴിമുടക്കികളായി നിൽക്കുന്നത് നമുക്ക് ആർക്കും ഗുണകരമാവില്ല, അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അത് എല്ലാവരും സ്വയം ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നേ പറ്റൂ എന്നുള്ള കാര്യം സംശയം. ഞാനടക്കമുള്ള സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടും പാർട്ടിക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ഒരു തികഞ്ഞ ബുദ്ധിയുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ കെ.സി. വേണുഗോപാൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ താങ്കൾക്കാണെന്ന് പറയുന്നത് ശരിയാണോ? ആരും പിന്തുണ അളക്കാൻ പോയില്ലല്ലോ. ഇനി യോണി MLA-മാരുടെ പിന്തുണ അളക്കാൻ വേണ്ടി ഒരു അളവെടുപ്പ് ഇവിടെ നടന്നിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ എങ്ങനെ പറയുന്നത്? എന്താണാവോ? ഇതാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഒക്കെ തന്നെ ഒരുപാട് ഊഹാപോഹങ്ങൾ, പ്രചരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ. സംശയമൊന്നുമില്ലല്ലോ. അങ്ങ് പാർട്ടി പിടിച്ചു എന്നുള്ളതാണ് ഞാൻ കേട്ട ഒരു കാര്യം. അതായത് സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും അങ്ങയെ അനുകൂലിക്കുന്ന ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായും യോഗം ചേരുമ്പോൾ ആ യോഗത്തിൽ അങ്ങയുടെ പേര് പറയും, അങ്ങ് മുഖ്യമന്ത്രിയാകും എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് വലുതെൻ്റെ പാർട്ടിയാണ്. വ്യക്തിപരമായ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ അതിലേക്ക് മാത്രം ആർത്തി കൊണ്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഒരുപാട് പേർ ചിത്രീകരിക്കുന്നുണ്ടാവും, നിങ്ങൾ അനുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് എന്നെ അറിയാം നന്നായിട്ട്. എനിക്കുള്ള സന്തോഷം ഈ പാർട്ടിക്ക് വേണ്ടി 24 മണിക്കൂറും കഷ്ടപ്പെടുന്ന, ഒന്നും ആകാതെ പോയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെ ചേർത്ത് പിടിക്കുന്ന സന്തോഷമാണ് എൻ്റെ സന്തോഷം. ഒരു മുഖ്യമന്ത്രി കസേരയിലല്ല, അങ്ങനെ ഒരു ആഗ്രഹവും വ്യക്തിപരമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് വരെ എൻ്റെ ലീഡർഷിപ്പിനെ നന്നായിട്ട് അറിയാം. ഒരു സ്ഥാനവും ഞാൻ ചോദിച്ചിട്ട് വാങ്ങിച്ചിട്ടില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിൽ കെ.സി. വേണുഗോപാൽ. How many mummies and daddies do you have? 140 മണ്ഡലങ്ങളിൽ പ്രചാരണം നടക്കുന്നത് പോലെയല്ല ഇരിക്കൂരിൽ നടക്കുന്നത്. ഒരുപക്ഷെ കെ.സി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണ്. എല്ലാ പ്രതിഷേധങ്ങളെയും അതിജീവിച്ചെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വിചാരിക്കുന്ന ഇടത്താണ് ഇപ്പോൾ വി ഡി സതീശന് അനുകൂലമായ പ്രകടനം. അത് ജോറായി, എനിക്കിഷ്ടം. എങ്ങനെ വന്നു കഴിഞ്ഞാലും കെ.സി. അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ്. കെ.സി. വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെക്കാളും വലിയ പോസ്റ്റാണ് ഒരു മുഖ്യമന്ത്രി പോസ്റ്റ്. എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ കെ.സി. വേണുഗോപാൽ എന്ത് ചെയ്യണം? ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് രാജിവെച്ച് MP സ്ഥാനം രാജിവെച്ചിട്ട് ഈ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ വന്ന് സജീവ് ജോസഫിനെ മാറ്റി നിർത്തിയിട്ട് ഇവിടെ മത്സരിക്കണമായിരുന്നു.
ഞങ്ങൾ 100% ചങ്കും കരളും കൊടുത്തിട്ട് ഞങ്ങൾ പുറകെ പോകും. പക്ഷേ ഈ പരിപാടി കണ്ടില്ല, ഞങ്ങളെ കിട്ടൂല. ഞങ്ങൾ കഴിക്കുന്നത് ചോറ. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണത്? വേണുഗോപാലോട് മത്സരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? ഞങ്ങൾ ഷുവർ ഒന്നുമില്ല, ഒറ്റ നില ഞങ്ങൾ പൊട്ടിക്കും. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്റെ പോലത്തെ ഞങ്ങൾക്കൊന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊന്നും ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലുമുള്ള ഒരു ഞങ്ങൾക്കും ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ഈ പാർട്ടിയുള്ള സ്നേഹമാണ്. എത്ര 10 വർഷം പ്രതിപക്ഷത്തിൽ നിന്നിട്ട് എത്ര ഭൂരിപക്ഷത്തിലാണ് നമ്മൾ വിജയിപ്പിച്ചിരിക്കുന്നത്. ആ ഭൂരിപക്ഷത്തിന്റെ ഒരു മഹിമ എല്ലാം ചോർത്തി കളഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ എന്തൊക്കെയാണ് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. ഓരോ സഖാക്കന്മാരും ഞങ്ങൾക്ക് വാട്സപ്പിൽ കൂടി തരുന്ന പ്രതികരണം എന്താണെന്നറിയോ? ഞങ്ങൾക്കത് കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയാ, സങ്കടം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അത്ര ഞങ്ങൾ ചോര നീയാക്കി പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ നേടിക്കൊടുത്തിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷം തിരിച്ചങ്ങോട്ടേക്കാക്കാനും ഞങ്ങൾക്കറിയാം. അങ്ങനെ പറയരുത്, പാവം കിട്ടും. കെ സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അടൂർ പ്രകാശ് ആഗ്രഹിച്ചിട്ടുണ്ട്, ഷാഫി പറമ്പിലിന്റെ പേര് ഇട്ടിട്ടുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ഇവരൊക്കെ രാജിവെച്ചിട്ട് സുധാകരൻ ആഭ്യന്തരവും ഷാഫി പറമ്പിൽ വിദ്യാഭ്യാസ മന്ത്രിയും കൊടിക്കുന്നിൽ സുരേഷ് ആരോഗ്യമന്ത്രിയായിട്ട് എല്ലാ എംപിമാരും അങ്ങ് വരട്ടെ. അല്ല പിന്നെ കെ.സി. വേണുഗോപാലിന് വേണ്ടി ഒരു നിയമം മാറ്റുക. സുധാകരൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് നിയമം പറഞ്ഞത്? എംപിമാര് മത്സരിക്കേണ്ട ആവശ്യമില്ല. അതാരാ പറഞ്ഞത്? കെ.സി. വേണുഗോപാൽ ഉൾപ്പെട്ട ഹൈക്കമാൻഡാണ് ആ വിഷയം പറഞ്ഞത്. സുധാകരന്റെ പിന്തുണ ഉൾപ്പെടെ കെ.സി. വേണുഗോപാൽ സുധാകരൻ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? കെ.സി. വേണുഗോപാലിന് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇരിക്കൂറിലെ യു ഡി എഫ് പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് MP സ്ഥാനം രാജിവെച്ചിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കാൻ താല്പര്യപ്പെടുന്ന ഏത് MP ആവട്ടെ, ആരും ആവട്ടെ, അവരെ തോപ്പിച്ചിട്ട് കെ.സിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം ഇരിക്കൂറിന് കൊടുക്കും. എന്ത് ഹൈക്കമാൻഡ്? ജനങ്ങളാണ് ഹൈക്കമാൻഡ്. ജനങ്ങൾക്കപ്പുറം വേറെ ഒരു ഹൈക്കമാൻഡും ഇല്ല. എന്താണ് ഇവിടെ എന്താ തീരുമാനിക്കാനുള്ളത്? ഇത് പിന്നെ 3 നേതാക്കൾ, അതിനകത്ത് ഒരു നേതാവിൻ്റെ കാര്യമാണെങ്കിൽ പരിപൂർണമായിട്ടുള്ള വഞ്ചനയാണ്. MP-മാർ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MP-മാർ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴത്തേക്ക് അവകാശങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അതിന് വേറെ അർത്ഥമില്ല. അല്ലെങ്കിൽ MP-മാരും കൂടെ MP-മാരെ മത്സരിക്കാൻ അനുവദിക്കണമായിരുന്നു. അത് കറക്റ്റാണ്. അതെ അതെ. പിന്നെ കേരളത്തിലെ ജനത ഇദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തിട്ടില്ല. അത് പിന്നെ ഇപ്പോൾ കേരളത്തിലെ ജനത തെരഞ്ഞെടുത്തിട്ടുള്ള 63 കോൺഗ്രസ് MLA-മാരിൽ ഇദ്ദേഹം ഇല്ല. ഒരു നേതാവ് വന്നിരിക്കുന്നു. മാത്രമല്ല അതേ പാർട്ടി തന്നെ പറയുന്നു MP-മാർ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഇത് ഇത് പാർട്ടിയിലെ സുധാകരനോട് ചെയ്ത വഞ്ചനയോ സതീശനോട് ചെയ്യുന്ന വഞ്ചനയോ അല്ല, ഇത് ജനത്തിനോട് ചെയ്യുന്ന വഞ്ചനയാണ്. 100% ഞാൻ യോജിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പാർലമെന്റിലാണെങ്കിൽ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്, ഒരു നിയമസഭയിലാണെങ്കിൽ അദ്ദേഹം ഷാഡോ ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അതിലെന്താ സംശയം? ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. അതിനകത്തൊരു സംശയം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ജനതയ്ക്കല്ല, രാഹുൽ ഗാന്ധിക്കാണ്. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയ. അന്ന് എന്തിനു പറയുന്നു MP-മാർ മത്സരിക്കാൻ പാടില്ല എന്ന്? അപ്പോൾ അതായത് മറ്റുള്ള ക്ലെയിമൻസിനെ എല്ലാം അവിടുന്ന് തുടച്ചു മാറ്റുക, അതായിരുന്നു ഉദ്ദേശം. വെറും പറയാ. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയുന്നത്. അദ്ദേഹം ഒരു പ്രാവശ്യം തോൽറ്റ നേതാവാണ്, അദ്ദേഹം മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലല്ല കോൺഗ്രസും UDF-ഉം ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വിജയിച്ചതും. അപ്പം ആ അർത്ഥത്തിൽ ഇതിൽ ഒരു തരത്തിലും ജനതയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. അതൊരു സത്യം മാത്രം. കൺഫ്യൂഷൻ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കേരളത്തിൽ കെ.സി. വേണുഗോപാലാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ക്ഷമിക്കുക, എനിക്ക് തോന്നുന്ന ഒരു ഉദാഹരണം ഒരാൾ നോക്കുകൂലി വാങ്ങും പോലെയാണ്. കാരണം പണിയെടുക്കാത്ത ഒരാൾ, ആ വേർത്തിട്ടില്ലാത്ത ഒരാൾ കൂലി വാങ്ങും പോലെയാണ്. എന്താ ഉറക്കം വരുന്നു? കാരണം ഈ 42 പേര് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഗ്രൂപ്പിന്റെ കളി അദ്ദേഹം കളിച്ചു. സതീശൻ ഗ്രൂപ്പ് കളിക്കുന്നില്ല എന്നതിലേക്ക് എനിക്കുള്ള ഒരു തെളിവ്, അദ്ദേഹം ഇന്ന് വരെ ഈ 25 കൊല്ലത്തിനടുക്ക് ഒരിക്കലും മന്ത്രിയായില്ല എന്നുള്ളതാണ്. അയാൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലേ. ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു MLA വിലയ്ക്ക് വാങ്ങുന്ന തരത്തിലുള്ള ആസൂത്രണം അതിൻ്റെ പിറകിലുണ്ട്. അദ്ദേഹം മുൻകൂട്ടി ഇതൊക്കെ കണ്ട് ഒരു പ്ലാൻ, ഇംഗ്ലീഷ് പറയുമല്ലോ ഡിസൈൻ, ഒരു ആസൂത്രണം,
ആ തരത്തിലൊരു ആസൂത്രണം നടത്തി. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. കാരണം അധികാരം കിട്ടുന്നില്ലേ ബുദ്ധിമുട്ടൊന്നുമില്ല, അധികാരം കിട്ടുകയാണെങ്കിൽ അപ്പോൾ തനിക്കത് കയ്യിലാക്കാം എന്ന തരത്തിൽ അദ്ദേഹം കളിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാണമില്ലാത്തവൻ. അത് കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തെയും മതേതര ബോധത്തെയും രാഷ്ട്രീയ പ്രബുദ്ധതയെയും അവമാനിക്കുന്ന ഒന്നാണ്. പോയി ചത്തുടേടാ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.